നമ്മുടെ പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അയൽ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കുട്ടികളെ കാത്തവിടെ ലഹരി മാഫിയകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കൊല്ലം സ്വദേശി അദ്വൈത റേഡിയോളജി പഠനത്തിനായി ബംഗളൂരുവിലെത്തിയതാണ്. അവിടെ വെച്ചാണ് അവൾ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി മുഹമ്മദ് സിജാഖുമായി പരിചയപ്പെടുന്നത്. പിന്നീട് സൗഹൃദവും പ്രണയവുമായി. സിജാഖ് എന്ന ചെറുപ്പക്കാരൻ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ്. പലപ്പോഴും കാമുകിയെയും കൂടെ കൂട്ടിയായിരുന്നു ലഹരിക്കടത്ത്. കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് MDMAയുമായി ഇരുവരും പിടിയിലായതോടെയാണ് ഈ ലഹരിക്കടത്തിൻ്റെ കഥകൾ പുറത്തു വന്നത്. കൊല്ലം സ്വദേശിനി അദ്വൈതയും കണ്ണൂർ സ്വദേശി മുഹമ്മദ് സിജാഹും ദീർഘനാളായി പ്രണയത്തിലാണ്. റേഡിയോളജി പഠനത്തിനായി ബംഗളൂരുവിലെത്തിയപ്പോഴാണ് അദ്വൈത സിജാഹിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർ ലഹരി ഇടപാടുകളിലേക്ക് കടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇവർ ബംഗളൂരുവിൽ വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരും പിടിയിലായത്. വർഷങ്ങളായി കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരും. അറസ്റ്റിലായ മുഹമ്മദ് സിജാഹ് മുൻപും നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്. അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂർ, ഇരിട്ടി എന്നിവിടങ്ങളിലെ എക്സൈസ് കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊല്ലത്ത് നിന്നും പിടികൂടിയ MDMA കേസാണ് പ്രതികളിലേക്കെത്താൻ വഴിയൊരുക്കിയത്. കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.